അടിപൊളി മിസ്റ്റർ. കോട്ടേജ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. എന്താ മരം നോക്കി, ഹെവി മരമാണ്. ക്രിസ്മസ് ട്രീ. വന്നാലും ഞങ്ങൾ എടുക്കുന്ന ഒരു കോട്ടേജാണിത്. ഫുൾ വ്യൂസാണ്. ഇവിടെ ഒരു ട്രീ ഉണ്ട് കണ്ട. കോട വീഴുന്നുണ്ട്. വീടിൻ്റെ നമ്മളുടെ റൂമിൽ നിന്നോ റൂഫിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും കാണാൻ പറ്റും. കണ്ടേ കൊടൈക്കനാൽ കണ്ട വ്യൂ പോയിന്റ് ആണ് ഇതെല്ലാം. തണുത്ത് എങ്ങനെ തണുപ്പ്. ഹലോ, വെൽക്കം ടു നെക്സ്റ്റ് ഊട്ടി കണ്ടാണ് കൊടൈക്കനാൽ കണ്ടിട്ട് ഇറങ്ങിയതാണ് മഴക്കാലത്ത്. പക്ഷെ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഹാപ്പി ജേർണി ആയിരുന്നു. ആ കാണുന്ന കണ്ടില്ലേ, ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇതേ ആ കാണുന്നിടത്തു നിന്നാണ് ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ വന്നത്. കോട കണ്ടോ, കോട ഇങ്ങനെ പറക്കാണ്. അപ്പം ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് മാത്രം, കാരണം നിങ്ങൾ കാണുമ്പം നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ടൈം പാസ്സായിട്ടൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പം ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നും ചെയ്യേണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻ്റ് ഇടുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റും. കണ്ടോ എന്ത് ഭംഗിയാണ് കാണുന്നത്. കോട ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോവാ. കോട വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കണ്ടോ അങ്ങോട്ട് കണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു, കോടമഞ്ഞ് കണ്ടോ കൂടി കൂടി വന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. ഭയങ്കര തണുപ്പാണ്. കിട ഞാൻ കണ്ണന് കിട എന്ത് ചെയ്തു വരച്ചിട്ടായിപ്പോയി. ഞാൻ ഒരു പുതപ്പും കൂടെ വാങ്ങിയിട്ടും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഈ സെറ്റർ വാങ്ങിച്ചിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മൊബൈല് ശരിക്കാകണെന്ന് വെച്ചാലേ കയ്യൻ്റെ വിറക്കണേട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റല്ല. അത്രയും തണുപ്പാണ്. കോടയെന്ന് വെച്ചാൽ ഇനി കൂടിക്കൊണ്ടിരിക്കുന്ന തണുപ്പ്. എന്താ അറിയോ, അതായത് ഈ കാണുന്ന തോട്ടത്തിനുള്ളിലെല്ലാം ഈ ബട്ടർ ബോട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട്. ക്യാരറ്റ്, ക്യാബേജ് എല്ലാം അവർ കൃഷി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്, വ്യാപാരം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റും നോക്കട്ടെ. വാ, റിസോർട്ടാന്ന് തോന്നുന്നു.
നമ്മളെ താമസിക്കുന്ന സ്ഥലമാണ്. കോട്ടേജാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ വ്യൂ എന്ത് ചെയ്തത് എടുത്തത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകണം. വെയിലായിരുന്നു. വാ നമുക്ക് പുറത്ത് പോയിട്ട് വരാം ചക്ക. വാ. നല്ല വ്യൂ ആണ്. കാരണം ഈ കോട്ടേജിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എൻ്റെ കൈയാണെങ്കിൽ വിറച്ചിട്ട് വരാം. ഇത് പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവാണ്, നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. അപ്പം ഞാനെപ്പോൾ വന്നാലും ഞങ്ങൾ രണ്ടുപേരും വന്നാലും ഇപ്പോഴും ഞങ്ങളിതായി എടുക്കുന്നത്, ഈ കോട്ടേജ് എടുക്കുള്ളൂ. അവനില്ല, അവൻ അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞ് അവിടെ ചക്കു അല്ലേ വിളിച്ചത്? അത് തന്നെ ചക്ക വിളിച്ചിട്ട് പറഞ്ഞ് മരുന്നുണ്ട്, അപ്പം താക്കോല് കൊടുക്കായിരുന്നു. അങ്ങനെ താക്കോല് ഇവിടെ പുറത്ത് നമ്മളെ ഇവിടെ ചെടിയൊക്കെ നോക്കാൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ഇപ്പോൾ കയറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ പോണത് കണ്ട കോട കംപ്ലീറ്റ് കോട വീണേക്കാണ് കണ്ട. എൻ്റെ കൈയാണെങ്കിൽ കിടന്ന് വിറക്കാം. അപ്പോൾ മൊബൈൽ കിടന്ന് ഷെയ്ക്കാണ്ടേ എന്ന് വെച്ചാൽ കൈ കിടന്ന് വിറക്കണം. ഒരു കണക്കിന് ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കാണുക, കാരണം ഒരുപാട് പേര് കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സന്തോഷമായിട്ടിരിക്കുക, കണ്ട് ആസ്വദിക്കുക, ശാന്തമായിട്ടിരിക്കുക, ശാന്തി എടുക്കുക. ഭയങ്കര തണുപ്പാണ്. എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സന്തോഷം, സമാധാനം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ, പുറത്തേക്ക് പോകണേ. ശരി, അപ്പം ബൈ ബൈ. വാ ചക്ക വാ. വാ ചക്കും മുടിയിൽ എപ്പോൾ കഴിയണേ. എൻ്റെ അമ്മ എനിക്ക് തണുത്തിട്ട് പറ്റണ്ട. തണുപ്പ് ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പും കാറ്റൊക്കെയാണ്. കോട കയറി പോണേന്ന് കണ്ട. കോട മഞ്ഞ് കയറി ഫുള്ളാകും. പഴയ ബ്രിട്ടീഷ് ഗേറ്റാണ് കണ്ട. 50 വർഷത്തെ ഇത്രയും പഴക്കമുണ്ട്. 887 ഭയങ്കര കാറ്റാണ്ട, രക്ഷയില്ല. കാറ്റ് സമ്മതിക്കണില്ല. ചക്ക ഉണ്ട്. അതെ ചക്കു പ്രണയിക്കണ ആള് മലയുടെ മേളിലുണ്ടോ ഉറങ്ങിക്കിടക്കണേണ്. വാ 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 പോവാ. ഒരു ചക്ക വെച്ചിട്ടുണ്ട്. അപ്പം വൈകിട്ട് ചക്കത്തോരൻ ശരിയാക്കാന്ന് പറഞ്ഞേക്കണത് വൈകുന്നേരം. അപ്പം ചക്ക ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. രക്ഷയില്ല, തണുപ്പാണ്. ഇപ്പോൾ ഞാൻ കൊടൈക്കനാല് വേമ്പ എൻ്റെ കൈ കിടന്ന് വിറക്കണ് ചക്ക. ഇതാണ് നമ്മുടെ വഴി കണ്ട. ഇതിൽ ഇങ്ങനെ താഴെ ചക്ക വരുന്നുണ്ട്. വാ, ഈ റോഡിനോട് ചേർന്നാണ് കേട്ടോ. ഇത് പഴനിക്ക് പോണ റോഡും കൂടിയാണ്.
കണ്ട. ഞങ്ങളിനി ഒരു 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും, അതിനുശേഷം വരും. ഓ അത് മടക്ക് പോന്ന. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ട് തന്നിട്ടുണ്ട്. അണ്ണൻ്റെ കൈ വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.